ഇറാനോട് കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ടെഹ്റാനിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങളോട് അമേരിക്കയും ഇസ്രയേലും ആവശ്യപ്പെട്ടു. അതേസമയം ആയത്തുള്ള അലി ഖമേനിയെ ഉടൻ വധിക്കില്ല എന്ന് അമേരിക്ക ആവർത്തിച്ചു. ഖമേനിയുടെ കൈകളിൽ നിന്ന് ഇറാന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് ഇറാനിയൻ കിരീടാവകാശി റസ പലവിയും വ്യക്തമാക്കി. جمهوری اسلامی به پایان خود رسیده و در حال سقوط است. خامنه‌ای همچون موشی هراسان زیر زمین پنهان شده و کنترل اوضاع را از دست داده است. آنچه آغاز شده برگشت ناپذیر است. آینده روشن است و ما با هم از این پیچ تند تاریخ عبور خواهیم کرد. در این روزهای دشوار دل من با همه شهروندان بی‌دفاعی است که آسیب دیدند. വിവരങ്ങളുമായി ഐസൺ ജോസുണ്ട്. ഐസൺ, ഈ ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കില്ല എന്ന് അമേരിക്ക ഒരു മുന്നറിയിപ്പായി നൽകുമ്പോൾ ഈ ഇറാന്റെ തല എടുക്കുമെന്ന സൂചനകൾ തന്നെയാണ് അമേരിക്ക നൽകുന്നത്, അല്ലേ? കാരണം യുദ്ധത്തിന്റെ ഭാഗമാകും ഇസ്രയേലിനൊപ്പം അമേരിക്കയും ഉണ്ട് എന്ന സൂചനകൾ വളരെ വ്യക്തമായി പ്രത്യക്ഷത്തിൽ വന്നു കഴിഞ്ഞു. തീർച്ചയായും ഇസ്രയേലിനൊപ്പമാണ് അമേരിക്ക എന്നും അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിനുണ്ടാകുമെന്നും ഒരു പക്ഷേ ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണത്തെ അമേരിക്ക നേരിട്ട് പിന്തുണയ്ക്കും, സൈനികമായി പിന്തുണയ്ക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ അമേരിക്കയുടെ പടക്കപ്പലുകൾ, സുപ്രധാനമായ വിമാനവാഹിനി പടക്കപ്പൽ ഉൾപ്പെടെ മേഖലയിലേക്ക് പുറപ്പെട്ടിരുന്നു. അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ അവിടെ വിന്യസിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് പല യൂറോപ്യൻ, സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ടാങ്കർ വിമാനങ്ങൾ, അതായത് യുദ്ധവിമാനങ്ങൾക്ക് വായുവിൽ വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിന് സംവിധാനമുള്ള ടാങ്കർ വിമാനങ്ങൾ, 30ഓളം ടാങ്കർ വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ രാജ്യങ്ങളിലാണ് ഈ വിമാനങ്ങൾ എത്തിയിട്ടുള്ളത് എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ ഒരു നീക്കം, അതായത് കൃത്യമായ ഒരു സൈനിക നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്പെയിനിലും സ്കോട്ട്ലൻഡിലും ഒക്കെയായി വിമാനങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഈ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള വിമാനങ്ങൾ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ കപ്പലുകൾ പുറപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായത് എടുത്തു പറയേണ്ടത്, ഉപാധികളില്ലാതെ ഇറാൻ കീഴടങ്ങണമെന്ന ഒരു ആവശ്യം വളരെ കൃത്യമായി ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനെതിരായ സൈനിക നടപടിയിൽ ഒരു പക്ഷേ ട്രംപ് അമേരിക്ക ഭാഗമായേക്കുമെന്ന സൂചന തന്നെയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം G7 സമ്മേളന വേദിയിൽ നിന്ന് സമ്മേളനം വെട്ടിച്ചുരുക്കി അടിയന്തരമായി ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് തിരിച്ചിരുന്നു. കാനഡയിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നു. അന്ന് പറഞ്ഞത് വെടിനിർത്തലിനേക്കാൾ വലിയ തീരുമാനങ്ങൾക്കാണ് താൻ പോകുന്നത് എന്നൊരു സൂചനയും ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് കൃത്യമായ നടപടി ഉണ്ടാകാനുള്ള നീക്കം, അതായത് സൈനിക നടപടി ഉണ്ടാകാനുള്ള ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന സൂചന തന്നെയാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു നടപടികൾ, നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കും. കർശനമായ നിലപാട്, അതായത് അടിയന്തരമായി കീഴടങ്ങണമെന്ന ഒരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനിടെയാണ് അയത്തുള്ള അലി ഖമേനിയെ ഉടൻ വധിക്കില്ലെന്ന് അമേരിക്ക ആവർത്തിക്കുകയും ചെയ്യുന്നത്. അമേരിക്ക നിർദ്ദേശിക്കുന്നത് അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ ആണവ സമ്പുഷ്ടീകരണം, ഇസ്രായേൽ നടത്തുന്ന ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം അയത്തുള്ള അലി ഖമേനി പ്രതികരിക്കുന്നത് യുദ്ധം ആരംഭിച്ചു എന്നാണ്. ഇസ്രായേലിനെതിരെ ചില മിസൈൽ പ്രതിരോധങ്ങളെല്ലാം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എങ്കിലും അത് അത്ര ശക്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സംവിധാനങ്ങൾക്കെതിരെ ഹൂതി ഭീകരരുടെ ആക്രമണം ഉണ്ടാകാനുള്ള നീക്കവും ഇന്ന് സുപ്രധാനമായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയുടെ സൈനിക സമ്പത്തിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു നീക്കം, അതിനുള്ള പിന്തുണയും ഇറാൻ നൽകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷ കലുഷിതമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ള ഈ സംഘർഷത്തിൽ ഇടപെടില്ല. ഹിസ്ബുള്ള എന്ന ഭീകര സ്വഭാവമുള്ള സംഘടന, ലെബനനിൽ നിന്ന് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന സംഘടന ഈ പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിലും ഹൂതി ഭീകരരും ഹമാസും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിട്ടില്ല. പക്ഷേ ഹൂതി ഭീകരരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി തന്നെയാണ്. ചെങ്കടലിലെല്ലാം തന്നെ ആക്രമണം നടത്താനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കുമെന്ന് കൃത്യമായ സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും യുദ്ധം അതിന്റെ ശക്തമായ ഒരു മുഖത്തിലേക്ക് തിരിയുന്നു എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഐസൻ, അതുപോലെ തന്നെ ഇസ്രയേലിൽ തീ മഴയാണ്. ഇന്നലെ അർദ്ധരാത്രിയിൽ പോലും ഉഗ്രസ്ഫോടനങ്ങൾ അവിടെ നടന്നു എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ബങ്കർ മസ്റ്ററിംഗ് ബോംബുകൾ ഇസ്രയേൽ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ അവസാനിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഘട്ടമാണല്ലേ? തീർച്ചയായും സംഘർഷം കൃത്യമായും നിയന്ത്രിക്കാനുള്ള, ഇറാനെ കൃത്യമായും രീതിയിലാക്കാനുള്ള നീക്കമാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും സൈനികമായ പിന്തുണ, അതായത് സൈനിക ആക്രമണങ്ങൾ നടത്തുന്നതിനും ഇത്തരത്തിൽ ബങ്കറുകൾ തകർക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ലഭ്യമാകണമെന്ന് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ ആവശ്യവും ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള സൈനിക നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈനിക പിന്തുണ അമേരിക്ക നൽകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. ഒരു പരിധിവരെ അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ഒരു ഒരുക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേവലം ആയുധങ്ങൾ നൽകുക എന്നതിനപ്പുറം ശക്തമായ ഒരു സൈനിക പിന്തുണ കൂടി നൽകാനുള്ള നടപടിയും ഉണ്ടാകുന്നു എന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ 6ാം ദിവസവുമായി തുടരുകയാണ്. ഇസ്രയേൽ ഇറാനിൽ തുടരുകയാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിനിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസ പഹ്ലവിയുടെ ഒരു നിലപാട് പുറത്തു വരികയും ചെയ്തത്. റസ പഹ്ലവി അവിടെയുള്ള രാജകുടുംബത്തിന്റെ അവസാന കണ്ണിയാണ്, അല്ലെങ്കിൽ രാജകുമാരനായി അവരോധിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഇറാൻ പഹ്ലവി രാജവംശത്തിന്റെ ഭാഗമായ അദ്ദേഹം പോലും ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമൈനിയുടെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നു. അയത്തുള്ള അലി ഖമൈനി മാളത്തിൽ ഒളിച്ചു എന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ട വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരത്തിൽ മാളത്തിൽ ഒളിക്കുകയും അതിശക്തമായ ആക്രമണത്തിന് സാധ്യതകൾ തുറന്നിരിക്കുകയുമാണ്, അല്ലെങ്കിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്കായി ഇറാൻ തയ്യാറെടുക്കണമെന്നൊരു ആഹ്വാനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ നിന്നും തന്നെ വ്യക്തമാണ്, ഏത് രീതിയിലാണോ പണ്ട് ഇസ്ലാമിക് റവല്യൂഷൻ ഉണ്ടായതിനു ശേഷം ഇറാനിന്റെ വ്യവസ്ഥാപിത സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടത്, അന്ന് വരെ ഉണ്ടായിരുന്ന 29 വരെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിത സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടത്. ആ അട്ടിമറിക്കപ്പെട്ട സംവിധാനങ്ങളെല്ലാം തന്നെ പഴയ രീതിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയ്ക്ക് വഴി തുറക്കുന്നു എന്നാണ് പഹ്ലവി ഇപ്പോൾ അറിയിക്കുകയും ചെയ്തത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു പുതിയ ലോക രാജ്യക്രമത്തിലേക്ക് ഇറാൻ നീങ്ങുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്കും ജനാധിപത്യ നടപടികൾക്കും ഇത്തരത്തിലുള്ള കിരാതവാഴ്ചയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പഹ്ലവി എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്രമണം, അതായത് നിലവിൽ നടക്കുന്ന സൈനിക നടപടികളെല്ലാം തന്നെ പ്രസക്തമാവുകയും ചെയ്യുന്നത്. ഇറാനുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇറാന്റെ നിലവിലെ സംവിധാനങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും യുദ്ധം വീണ്ടും പുനരാരംഭിക്കും എന്നൊക്കെ ഖമേനി പറയുന്നുണ്ട് എങ്കിൽ കൂടി അതൊന്നും എത്ര കണ്ട് യാഥാർത്ഥ്യമാകും, അല്ലെങ്കിൽ അതിന്റെ പ്രായോഗിക തലത്തിൽ എത്ര കണ്ട് വിജയിക്കുമെന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഐസൻ, അതുപോലെ തന്നെ ഉപദേശകരെയൊക്കെ ഒന്നൊന്നായി ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു ഇതിനോടകം. അതുകൊണ്ട് തന്നെ ഖമീനി ഏത് ബങ്കറിനുള്ളിലായാലും മരണം മുന്നിൽ കണ്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും ബങ്കറിനുള്ളിലാണെങ്കിലും കൃത്യമായ ഏത് ബങ്കറിനുള്ളിലാണ്, എവിടെയാണുള്ളതെന്ന് തങ്ങൾക്കറിയാമെന്നൊരു നിലപാട് വളരെ കൃത്യമായി തന്നെ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഖമേനി ഒളിച്ചിരിക്കുന്ന താവളം ഏതെന്ന് കൃത്യമായി അറിയാമെങ്കിലും അദ്ദേഹത്തെ വധിക്കാനുള്ളൊരു നീക്കം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉറച്ച നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു നിലപാട് അറിയിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത് ഈ ആണവ ധാരണകൾ സംബന്ധിച്ച്, അതായത് ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കുക, അന്താരാഷ്ട്ര ആണവ ധാരണകൾക്കൊപ്പം നിലനിൽക്കുക എന്നതിന് ഒരു അവസരം കൂടി നൽകുന്നതാണ് ഈ ഇറാനിയൻ പരമോന്നത നേതാവിനെ സുരക്ഷിതനായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കേണ്ടതില്ല എന്ന തീരുമാനമെന്ന കൃത്യമായ നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അവസരം നൽകാൻ, ആ അവസരം നടപ്പാക്കാൻ ഖമേനി ജീവിച്ചിരിക്കേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക അക്കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ല എന്നൊരു നിലപാടിൽ ഇപ്പോൾ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. രാഖി, ഐസൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇസ്രയേലിൽ ടെഹ്റാനിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കാരണം അവിടെ എണ്ണപ്പാടങ്ങളൊക്കെ കത്തുകയാണ് എന്ന വിവരമാണ് നമുക്ക് ഇന്ന് പുലർച്ചയോടുകൂടി ലഭിച്ചത്. നിലവിൽ അവിടുത്തെ ഒരു സ്ഥിതി ഒന്ന് ചുരുക്കി പറയാമോ?
രാഖി, നിലവിൽ ടെഹ്റാനെ സംബന്ധിച്ചിടത്തോളം വൻതോതിലുള്ള ആക്രമണം നടന്നിരിക്കുന്നു. പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ തകർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ എണ്ണപ്പാടങ്ങളും എണ്ണ റിഫൈനറികളും കൃത്യമായി ഇസ്രയേൽ ലക്ഷ്യം വെക്കുകയും ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട 2 എണ്ണ റിഫൈനറികൾ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് 2 ദിവസം മുമ്പ് തന്നെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഈ എണ്ണ റിഫൈനറികളിലെല്ലാം തന്നെ തീ പടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളിലും ഇത്തരത്തിൽ തീ പടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ടെഹ്റാനിൽ നിന്ന് ഉടൻ തന്നെ എല്ലാവരോടും ഒഴിഞ്ഞു പോകണമെന്നൊരാവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ടെഹ്റാനെതിരെ അതിശക്തമായ സൈനിക നടപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. അതേസമയം ഒരു ആണവ ഭീഷണി ഉയർത്തി പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനുള്ള ഒരു ഇറാന്റെ നീക്കത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു സംഘർഷം, അതിന് ഭാഗമായുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, 3 ആണവ കേന്ദ്രങ്ങൾ അതിശക്തമായി ആക്രമിച്ചതിന് ശേഷം 2 ആണവ കേന്ദ്രങ്ങൾക്ക് ഗുരുതരമായി കേടുപറ്റുകയും അവ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ആക്രമണം ഇറാനിൽ നടക്കുന്നു, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും ആക്രമണം നടന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന്, എങ്കിൽ കൂടി അത് കാര്യമായ ഒരു തിരിച്ചടിയായി മാറുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ അതിശക്തമായി ഇറാന്റെ ആക്രമണത്തെ ചെറുക്കുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ടെഹ്റാനിൽ ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ആളുകൾ ഒഴിഞ്ഞു പോകാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇന്ന് നിലവിൽ അതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യമാണ്. പലയിടങ്ങളിലും വൈദ്യുതി നിശ്ചലമായിരിക്കുന്നു. അത്തരത്തിലുള്ള ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പല ഘടകങ്ങളും ഇറാന്റെ ആസ്ഥാനമായ ടെഹ്റാനിൽ കാര്യമായി ഉണ്ടാകുന്നുണ്ട്. ജനജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, ശരിയായിസൻ, ഇറാനിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. ഇറാൻ വിട്ട് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ അയത്തുള്ള അലി ഖമീനിയെ ഉടൻ വധിക്കില്ല എന്ന് അമേരിക്ക ആവർത്തിക്കുന്നുമുണ്ട്. ഖമീനിയുടെ കൈകളിൽ നിന്ന് ഇറാന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് ഇറാനിയൻ കിരീടാവകാശി റസ പലവിയും വ്യക്തമാക്കുന്നു. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.